വന്നത് തട്ടാമുകൾ വഴിയാണെങ്കിലും തിരിച്ചുപോക്ക് മംഗലത്തുനട വഴിയാകാം എന്ന് കരുതി അതുകൊണ്ട് കിഴക്കോട്ട് കത്തിക്കുകയാണ്. മംഗലത്തുനട. എത്ര മനോഹരമായ സ്ഥലപ്പേര്! മംഗലം ചേരുന്ന സ്ഥലപ്പേരുകളെല്ലാം നല്ല കുടിക്കും. മംഗലം ഡാം, മാന്നാമംഗലം, ചേന്നമംഗലം, മംഗലാപുരം, അങ്ങനെ. പിന്നെ മംഗലത്തു കുങ്കുമപ്പൊട്ട് വന്നതെന്ന നെറ്റിയ തൊട്ട് സ്വാമി പോട്ടമുടിച്ചു എന്ന 1991 പടം, അതിലെ രാജയുടെ ഇസൈ അതുവും ரொம்ப പിടിക്കും. ദാ പോകുന്നു മറ്റൊരു ഇരുട്ടുകുട്ടപ്പൻ, രാത്രിയെ പേടിക്കാത്ത ഡയർ ഡെവിൾ. ചെറുപ്പത്തിൽ പക്ഷേ ഇരുട്ടിന് ഭയങ്കര പേടിയായിരുന്നു. രാത്രിയിലെ മൂത്രമൊഴിക്കൽ അമ്മ പെങ്ങന്മാരുടെ കാവലിലായിരുന്നു. Yeah, came through flexing cause they know I got the sauce. Got the presence on me, I can't ever take it off. That's why I came, country boy stepping. Yeah, I'm country boy stepping. Country boy stepping, yeah, I'm country boy stepping. Yeah, they can't get like me, rockin' boots and white tee. Designer on my cuff, ring something like a movie. Country boy stepping, yeah, I'm country boy stepping. Country boy stepping, yeah, I'm country boy stepping. Artist out the ranch, I just told you that I'm bout it. I might take offense if you tell me that you doubt it. That's just what it is, yeah, I'm known to make it rowdy. Then I'm for the fit, and I drive a wide body. അങ്ങനെ കോലഞ്ചേരി എത്തി. മെഡിക്കൽ ഷോപ്പിൽ നിന്നും 2 കുപ്പി വാങ്ങണം എന്ന് വെച്ചാ 2 കുപ്പി വായു ഗുളിക. ആമാശയത്തിൽ ഒരു ആശയക്കുഴപ്പം. വായു ഗുളിക എന്നാണ് പേരെങ്കിലും ശാസ്ത്രീയ നാമം കസ്തൂരി ഗുളിക എന്നാണ്. കാരണം ഇതിൽ കസ്തൂരിമാനിൽ നിന്നും ലഭിക്കുന്ന കസ്തൂരി അഥവാ മസ്ക് അടങ്ങിയിരിക്കുന്നുവെന്നാണ് സങ്കല്പം. കസ്തൂരി മാൻമിഴി, ആ മാൻ തന്നെ. ആൺമാനുകൾ ഇണയെ ആകർഷിക്കാനായി പുറപ്പെടുവിക്കുന്ന സുഗന്ധ വസ്തുവാണ് കസ്തൂരി. ഇന്ന് ഒറിജിനൽ കസ്തൂരി ദുർലഭമായതിനാൽ സിന്തറ്റിക് മസ്കാണ് കൂടുതലും ഉപയോഗിക്കുന്നത്.
മൈസൂർ ലോകമയഹര കസ്തൂരി ഗുളികയാണ് ഒറിജിനൽ സാധനം. ലോകപ്രിയ പോലുള്ള അനുകരണങ്ങളും വിപണിയിലുണ്ട്. പാറ്റാകാഷ്ടം പോലിരിക്കുന്ന 2-3 ഗുളികകൾ ചവച്ചരച്ച് കഴിച്ചാൽ ഏത് ദഹനക്കേടും വിലയം വിസ്മൃതി എന്ന് അനുഭവം. കുറെ കാലം മുമ്പ് വരെ 3.5 രൂപയ്ക്ക് കിട്ടിയിരുന്ന ഒരു കുപ്പിക്ക് ഇപ്പോൾ വില 15 രൂപ. കുറച്ചു നേരമായി ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. ഓർഡറൊന്നും വരുന്നില്ല. സ്ഥലം ഒന്ന് മാറ്റി പിടിച്ചാലോ? മെഡിക്കൽ കോളേജിനുള്ളിലുള്ള അറബികളുടെ ക്ലബിന്റെ പരിസരത്തേക്ക് നീങ്ങുകയാണ്. ഇവിടെ കുറെ നാൾ മുമ്പ് ഒരു ഭായി മറ്റു ഭായിമാരുടെ പ്രാഥമിക ആവശ്യങ്ങൾ, അതായത് ചായ, ലഹരി പോലുള്ളവ നിറവേറ്റാനിട്ട തട്ടുകടയാണ് ഇത്. ഇപ്പോൾ അഡ്രസ് ഇല്ല. നൈറ്റ് ഡ്യൂട്ടിക്കായി ഹോസ്പിറ്റലിലേക്ക് വെച്ചുപിടിക്കുന്ന നഴ്സുമാരായിരിക്കാം. അങ്ങനെ നാണിച്ച് ഒരു ഓർഡർ എത്തി നോക്കിയിട്ടുണ്ട്. കുറച്ചു മാറി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന്റെ മുന്നിൽ മൂലയ്ക്കായി സ്ഥിതി ചെയ്യുന്ന സ്വാദുള്ള ചായക്കടയിൽ നിന്നാണ് ഓർഡർ. Must be somewhere. Welcome me into the fold. Blooming flowers, as much as I can hold. I'm gone away. I'm gone away. I'm gone away. ഇതാണ് ആ സ്വാദുള്ള ചായക്കട. ഓർഡർ റെഡി മെസ്സേജ് വന്നിട്ടില്ല. എന്നാലും ഒന്ന് മുഖം കാണിച്ചേക്കാം. പെട്ടെന്ന് റെഡിയാക്കി തന്നാലും. ആകുന്നേ ഉള്ളൂ എന്ന്. അപ്പനും അമ്മയും മക്കളും ചേർന്ന് നടത്തുന്ന പ്രസ്ഥാനമാണ്. അതായിരിക്കാം സ്വാദിന്റെ രഹസ്യം. ഇവിടെ എഴുതി ഒട്ടിച്ചിരിക്കുന്ന ഒരു സൂക്തമുണ്ട്. ബുദ്ധന്റെ പേരിലാണ് അതുള്ളത്. ബുദ്ധൻ എന്നെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നറിയാൻ ഒരു രക്ഷയുമില്ല. പക്ഷേ സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു. ദ മൈൻഡ് ഈസ് എവരിതിങ്. മനസ്സാണ് എല്ലാം. വാട്ട് യു തിങ്ക് യു ബിക്കം. നീ എന്ത് ചിന്തിക്കുന്നോ അതാണ് നീ. ഓർഡർ റെഡി മെസ്സേജ് വരുന്നില്ലല്ലോ.
ഒന്നുകൂടി ചെന്ന് നോക്കാം. ഓ, അത്രേ ഉള്ളൂ. മെസ്സേജ് അയക്കാൻ വിട്ടുപോയി. ഓർഡറൊക്കെ എപ്പോഴേ റെഡി. 5 സ്റ്റാറിൽ കുറഞ്ഞ ഒരു റേറ്റിംഗോ? നോ ചാൻസ്. അപ്പോൾ ഇന്നത്തെ രണ്ടാമത്തെ ഓർഡറുമായി പുറപ്പെടുകയാണ്. സമയം 8:47. ഡെലിവറി വാർത്തകളുമായി വീണ്ടും കാണാം.